പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളായ എൻ്റെ സഹോദരങ്ങളെ, അതുപോലെ മുസ്ലിങ്ങളായ സഹോദരങ്ങളെ, ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നൊരു വിഷയമാണ് അമിത് ഷാ അവതരിപ്പിച്ച FCRA അമെൻഡ്മെൻറ്റ് ബിൽ 2026. FCRA അമെൻഡ്മെൻറ്റ് ബിൽ ഓഫ് 2026. ഇത് നമ്മുടെ ക്രിസ്തീയ മെത്രാന്മാരുടെ ഇടയിൽ വലിയ ഭൂകമ്പം പോലെ, അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ പോലെ, അല്ലെങ്കിൽ ഇടിമിന്നൽ പോലെ, അല്ലെങ്കിൽ മിസൈൽ ആക്രമണം പോലെ വലിയ പരിഭ്രമവും പ്രതിഷേധവും അമർഷവും വിമർശവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വളരെ പ്രകടമാണ്. എട്ടും പൊട്ടും അറിയാൻ വയ്യാത്ത മിക്കവാറും ഒരു സംഭവത്തിൻ്റെയും വസ്തുതകൾ മനസ്സിലാക്കി സത്യത്തിന് നിരക്കുന്ന വിധത്തിൽ പ്രതികരിക്കാൻ കൂട്ടാക്കാത്ത വിശ്വാസികളെ ഇളക്കി വിടുകയും അവരെ കരുക്കളായി ഉപയോഗിച്ച് എപ്പോഴും ചെയ്യാറുള്ളത് പോലെ മറ്റൊരു വിധത്തിലും സംരക്ഷിക്കാൻ സാധ്യമല്ലാത്ത അനധികൃതമായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്ന ഈ സമയത്ത് ഈ ഒരു വിഷയത്തെപ്പറ്റി സത്യസന്ധമായി വസ്തുതാപരമായി ചിന്തിക്കാൻ നമുക്ക് കടമയുണ്ട്. ഏതെങ്കിലും ഒരു വിഷയം പൊന്തി വന്നാൽ അതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് അറിയാതെ എങ്ങനെയാണ് നാം പ്രതികരിക്കുന്നത്? അങ്ങനെ പ്രതികരിച്ചാൽ അത് വലിയ മണ്ടത്തരമല്ലേ? അങ്ങനെ പ്രതികരിക്കുന്നതിൽ കൂടെ നേട്ടമുണ്ടാകുകയില്ല എന്ന് മാത്രമല്ല, സംഭവിക്കാവുന്ന കോട്ടം വളരെ വലുതായിരിക്കും. അങ്ങനെ വരാതിരിക്കട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതല്പം ദീർഘമുള്ളതായാൽ ആയിപ്പോയാൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇത് സംബന്ധമായ വസ്തുതകൾ ഏതാണ്ട് ഒട്ടുമുക്കാലും ഞാനിത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഈ വിഷയത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ പ്രയോജനം ചെയ്യും. ഇപ്രകാരമുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മറ്റെവിടെയും ലഭിക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ടും കൂടെയാണ് അല്പം സമയം നിങ്ങളിൽ നിന്ന് കടം വാങ്ങിച്ച് ഞാൻ വിശദമായി ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യും. 2026 ആണ്ട് FCRA അമെൻഡ്മെൻറ്റ് ബില്ലിൻ്റെ ഉദ്ദേശം, FCRA എന്ന് പറയുന്ന ഈ പ്രത്യേകമായ ഒരു ആനുകൂല്യം അല്ലെങ്കിൽ അവകാശം അല്ല നിയമപരമായ ഒരു തട്ട് ആർക്കൊക്കെ ലഭിച്ചിരിക്കുന്നുവോ അത് മുഖാന്തരമായി വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന പണം അത് സുതാര്യമായും അച്ചടക്കത്തോടും ലക്ഷ്യബോധത്തോടും കൂടെ പ്രയോജനപ്പെടുത്തണം, ഉപയോഗിക്കണം. അതുകൊണ്ട് അഴിമതി നടത്തുകയോ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്യുവാൻ ആരും മുതിരരുത് എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഈ ഭേദഗതികൾ വിഭാവന ചെയ്തിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഞാൻ പറയട്ടെ, ഏത് ഭേദഗതിയും രാഷ്ട്രീയ പ്രേരിതമാണ്. അതുകൊണ്ട് പ്രത്യക്ഷമല്ലാത്ത ചില സാധ്യതകൾ, അത്ര പ്രത്യക്ഷമല്ലാത്ത സാധ്യതകൾ എന്നിലുണ്ട്. ഞാനത് ഈ വീഡിയോയിൽ കൂടുതലായി പ്രതിപാദിക്കുന്നില്ല. കാരണം ആശയങ്ങൾ സ്പഷ്ടമാകണമെങ്കിൽ ചില പ്രത്യേക കാര്യങ്ങൾ ഊന്നി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഈ തരുണത്തിലല്ല വേറൊരു വീഡിയോയിൽ കൂടെ പ്രതിപാദിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഇപ്രകാരം നിയന്ത്രണം കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യമുണ്ട്, തീർച്ചയായും ഉണ്ട്. വിദേശത്ത് നിന്ന് പണം വന്നു എന്നതുകൊണ്ട് അത് കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ യാതൊരു നിയന്ത്രണവും ഉത്തരവാദിത്വ ബോധവും ആവശ്യമില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്, അപകടമാണ്. പ്രത്യേകിച്ച് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് അവകാശപ്പെട്ട ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഇത് വളരെ വളരെ അപകടമാണ്. ക്രിസ്ത്യാനികൾ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. വിദേശത്ത് നിന്ന് ഫണ്ട് അഴിമതിക്ക് ഉപയോഗിച്ചാൽ അതാരും ചോദിക്കരുത് എന്ന ഒരു നിലപാടുണ്ട്. ഏതായാലും ഞാൻ ഈ ഒരു സംഭവത്തെ പറ്റി നമുക്ക് ചിന്തിക്കുന്നതിന് 2009 നടന്ന ഒരു സംഭവം, ഇങ്ങനെ അനേകായിരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്.
പക്ഷേ സമയത്തിൻ്റെ പരിമിതി നിങ്ങൾക്കറിയാം. നമ്മുടെ ക്ഷമയുടെയും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഒരേ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ക്രിസ്ത്യൻ ടുഡേ എന്ന പ്രസിദ്ധീകരണത്തിൽ 2009 വന്ന ഒരു റിപ്പോർട്ടാണ്. ഇതെനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന സംഭവമാണ്. ഞാനത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. പോളീൻ സത്യമൂർത്തി എന്ന് പറയുന്ന സ്ത്രീ ആ കാലം വരെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ സിനഡ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിരുന്നു. പോളീൻ്റെ അപ്പനായിരുന്നു ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മോഡറേറ്റർ. അപ്പോൾ അവര് ഈ വലിയ പദവി അലങ്കരിച്ചപ്പോൾ ചെയ്ത ഒരു മനോഹരമായ ദൗത്യം ആണ് ഈ റിപ്പോർട്ടിൻ്റെ പ്രതിപാദ്യ വിഷയം. അതിങ്ങനെയാണ്. ഞാൻ റിപ്പോർട്ട് അതുപോലെ വായിക്കാം. In what may cause serious embarrassments to the second largest church in India, the Church of South India, Central Crime Branch of the Chennai Police has uncovered a swindling racket involving a former General Secretary in connection with the Tsunami Fund. സുനാമി സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. അനേകം ആളുകൾ മരിച്ചുപോയി. അവർക്ക് വീടുണ്ടാക്കാനും മുക്കുവർ പലരും ഇതിനകത്ത് പെട്ടുപോയതുകൊണ്ട് അവർക്ക് വല വാങ്ങിക്കാനും ഒക്കെ വിദേശത്ത് നിന്ന് ധാരാളം ധനസഹായം വന്നു. അത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയിൽ കൂടെ വിതരണം ചെയ്യാനുള്ള ക്രമീകരണം ഉണ്ടായി. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യക്ക് FCRA അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു അത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അക്കോർഡിംഗ് ടു റിപ്പോർട്ട്സ്, ദ ഫോമർ ജനറൽ സെക്രട്ടറി ഓഫ് ദ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, പോളീൻ സത്യമൂർത്തി, ആൻഡ് ഹർ ഹസ്ബൻഡ് സത്യമൂർത്തി, ഈ സത്യമൂർത്തിയുടെ ഇളയ സഹോദരൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ ഡ്രിൽ മാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് ഈ എല്ലാവരെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. പോളീനെ അറിയാം, പോളീൻ്റെ ഭർത്താവിനെ അറിയാം, പോളീൻ്റെ ബ്രദറിലോ എനിക്കറിയാം. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ സാക്ഷിയാണ്. ഹസ്ബൻഡ് സത്യമൂർത്തി ഹാഡ് സൈഫൻഡ് ഓഫ് 7.5 crores പാവപ്പെട്ടവർക്ക് കൊടുക്കാനായി വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഫണ്ടിൽ നിന്ന് 7.5 കോടി രൂപ ഒരു സ്ത്രീ തട്ടി എടുത്തു, അടിച്ചു മാറ്റി. ആരാണ്? ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറിയാണ്. ഇനിയും പിന്നെ പറയുന്നത്, ദ മണി അക്കോർഡിംഗ് ടു ദ പോലീസ്, അപ്പാർട്ട് ഫ്രം ബീങ് സ്പെൻഡ് ഓൺ ലക്ഷറി ഗുഡ്സ്, ആർഭാടമായിട്ട് ജീവിക്കേണ്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വഴിയിൽ അപ്പാടെ സഞ്ചരിക്കാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആളുകൾക്ക് വലിയ വലിയ ആഡംബര ജീവിതമില്ലെങ്കിൽ അവർക്ക് തുമ്മൽ വരും. വാസ് ഡിസ്ട്രിബ്യൂട്ടഡ് അമംഗ് ഫാമിലി മെമ്പേഴ്സ്. ഈ 7.5 കോടി രൂപ വെട്ടിച്ചു എന്ന് മാത്രമല്ല, ബാക്കിയുള്ള തുകയും അതിൻ്റെ ഒരു നല്ല ഭാഗവും കുടുംബത്തെയൊക്കെ നോക്കണ്ടേ. അപ്പോൾ പോലീസ് ഹാസ് ഓൾറെഡി അറസ്റ്റഡ് പോളീൻസ് ഡോട്ടർ ബെനഡിക്റ്റ. ഞാൻ ബെനഡിക്റ്റയെ കണ്ടിട്ടുണ്ട്, പലതവണ കണ്ടിട്ടുണ്ട്. ആൻഡ് റിലേറ്റീവ് സുനിൽ, ഞാൻ സുനിലിനെ കണ്ടിട്ടില്ല. പോലീസ് ക്ലെയിംസ് ദ ഫണ്ട് മെന്റ് ഫോർ ബിൽഡിംഗ് ഹൗസസ്. ഒത്തിരി വീടുകൾ നശിച്ചു പോയി. അപ്പോൾ വീടുണ്ടാക്കാനും എല്ലാം നശിച്ച മീൻപിടുത്തക്കാരായ മുക്കുവർക്ക് അവരുടെ വള്ളവും വലയൊക്കെ ഉണ്ടാക്കാനായിട്ട് വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഫണ്ടാണ്. ആ ഫണ്ട് വാസ് entrusted to both Benedicta and Sunil, who were paid a salary of 80,000 and 90,000. മോള് പോളീൻ സത്യമൂർത്തിയുടെ മോളാണ് ബെനഡിക്റ്റ. അവർക്ക് ഈ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതിന് സാലറി എന്താണ്, ശമ്പളം എന്താണ്? 80,000 രൂപ. മറ്റൊരു ചാർച്ചക്കാരന് സുനിലിന് മാസ ശമ്പളം എന്താണ്? 90,000 rupees. ഈ 2009 ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. എൻ്റെ ശമ്പളം 40,000 രൂപയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ സമയത്ത് അതിന് പുറമെ, അത് പോട്ടെ, അത് കൊടുത്തു. അതിന് പുറമെ ഇൻ അഡീഷൻ ടു ലക്ഷറി കാർസ് ഫോർ ഒഫീഷ്യൽ യൂസ്, ഓഫീസ് യൂസിനതുണ്ട്. പിന്നെ വീട്ടിൽ വേറെ ലക്ഷറി കാറുണ്ട്. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതാണ് ഈ ഒരു സംഭവം വളരെ കൃത്യമാണ്. ഇതുപോലെയാണ് ഒട്ടുമുക്കാലും കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ അതിശയോക്തി പറയല്ല. ഇന്ന് ആരംഭിച്ച് നാളെ മുഴുവൻ ഇരുന്ന് പറഞ്ഞാൽ തീരാത്ത കഥകൾ എൻ്റെ ഇരിപ്പുണ്ട്. അവിടെ നിങ്ങൾ ദയവായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലാഘവത്തോടെ കാണരുത്, കരുതരുത്. ഇനിയും മുൻപോട്ട് നിങ്ങൾ ഈ ഒരു
അമെൻമെൻറ്റ് ഭേദഗതിയെപ്പറ്റി വളരെ ശക്തമായ അമർഷം പ്രകടിപ്പിക്കുന്ന ബിഷപ്പന്മാരെ കണ്ടു. അതാണ് ഇതാണ് മാടയാണ് കോടയാണെന്നൊക്കെ ക്യാമറയുടെ മുമ്പിൽ നിന്ന് വന്ന് പറയുന്നു. ഇവരിൽ ആരെങ്കിലും ഈ അമെൻമെൻറ്റിൻ്റെ ഇന്ന ഭാഗം ഇന്ന കാരണം കൊണ്ട് തെറ്റാണ്, അല്ലെങ്കിൽ അത് ഇപ്രകാരം ഒന്ന് തിരുത്തണം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? പറയില്ല, പറയാൻ ഒക്കെയില്ല. ഇത് പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സത്യസന്ധമായി ജീവിക്കുന്ന ഒരു ബിഷപ്പിനും ഇങ്ങനെ വലിയ ഞെട്ടലുണ്ടാകേണ്ട, മുട്ടടിക്കേണ്ട കാര്യമൊന്നുമില്ല. മടിയിൽ കനമുള്ളത് കൊണ്ടാണ് ഇപ്രകാരം കിടന്ന് വിറയ്ക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു അമെൻമെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു അംശം പോലും ക്രിസ്ത്യാനികളുടെയോ മുസ്ലിങ്ങളുടെയോ മതജീവിതത്തെ ഒരു വിധത്തിലും ബാധിക്കുന്നതല്ല എന്ന് മാത്രമല്ല, സത്യമായി പറഞ്ഞാൽ ഇത് നടപ്പിലാക്കിയാൽ വിശ്വാസികൾക്ക് ആശ്വാസമുണ്ടാകും എന്നതാണ് എൻ്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഇനി നമുക്ക് എന്താണ് ഈ 2026 FCRA അമെൻമെൻറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ, അത് മനസ്സിലാക്കാതെ അതിനെ പ്രതിഷേധിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വസ്തുനിഷ്ഠമായ ഒരു പ്രതികരണം രൂപീകരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ വസ്തുതകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതിൻ്റെ പ്രധാനപ്പെട്ട അംശങ്ങൾ ഇതാണ്. A new designated authority will take control of funds and assets created via foreign contributions if an organization's FCRA registration is cancelled, surrendered or deemed to have ceased. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു NGOയുടെ, സഭയും ഒരു NGO ആണ്, സ്ഥാപനങ്ങൾ നടത്തുന്ന സൊസൈറ്റീസും NGOs ആണ്, അവർക്ക് FCRA അക്കൗണ്ട് കൊടുത്തു, സർക്കാർ കൊടുത്തു. ആ FCRA അക്കൗണ്ട് കൊടുക്കുമ്പോൾ അതിനെ ബാധിക്കുന്ന നിബന്ധനകളുണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. അത് ആദരിക്കുക, അത് അനുസരിക്കുക എന്നത് ഈ FCRA അക്കൗണ്ട് പ്രയോജനപ്പെടുത്തുന്നവരുടെ കടമയാണ്, അല്ലെന്ന് ആർക്കെങ്കിലും പറയാനൊക്കെ. ആ കണ്ടീഷൻസ് ലംഘിച്ചാൽ, വയലേറ്റ് ചെയ്താൽ ഈ FCRA രജിസ്ട്രേഷൻ പോകും. അത് ന്യായമല്ലയോ? ഇനി രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ രജിസ്ട്രേഷൻ പോകുമ്പോൾ എന്ത് സംഭവിക്കും കൃത്യമായി മനസ്സിലാക്കണം. ഇനി ഈ FCRA അക്കൗണ്ടിൽ വന്ന വിദേശ പണം കൊണ്ട് നിർമ്മിച്ചതും നേടിയെടുത്തതുമായ അസറ്റ്സ്, അത് ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയുടെ, അതിനുവേണ്ടി നിയമിക്കുന്ന ഒരു അധികാരിയുടെ കീഴിലാകും. അതിലെന്തെങ്കിലും ന്യൂനതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കണം. നിങ്ങൾ മോഷ്ടിച്ചാൽ മോഷ്ടിച്ച മുതൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകണം. അത് അത്യാവശ്യമാണ്. ഇതിലേതെങ്കിലും വിധത്തിൽ ഒരു പ്രതിഷേധാർഹമായൊരു അംശമുണ്ട് ഞാൻ കരുതുന്നില്ല. പക്ഷെ അതിൻ്റെ പ്രതിഷേധാർഹമാക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ ഞാൻ പിന്നെ ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഞാൻ അതിനെപ്പറ്റി വിശദീകരിക്കുന്നതായിരിക്കും. രണ്ടാമതായിട്ടിവിടെ പറയുന്നത്, ഓട്ടോമാറ്റിക് സെസേഷൻ ഓഫ് രജിസ്ട്രേഷൻ വിൽ അക്കർ if an organization fails to apply for renewal, has its renewal rejected, or if renewal is not completed before expiry. ഇപ്പം നിങ്ങൾക്ക് ഒരു FCRA രജിസ്ട്രേഷൻ തന്നു, അത് സമയബന്ധിതമാണ്, 3 വർഷത്തേക്കാണ്. ആ 3 വർഷം കഴിയുമ്പോൾ അത് റിന്യൂ ചെയ്യണം, അത് പുതുക്കണം. അത് പുതുക്കാൻ നിങ്ങൾ കൂട്ടാക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആ രജിസ്ട്രേഷൻ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ നിങ്ങളുടെ ഉദാസീനത കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വ ബോധം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പുതുക്കാനുള്ള നിബന്ധനകൾ പാലിക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ടാണ്. ഏതായാലും നിങ്ങളുടെ പരാജയം കൊണ്ട് അങ്ങനെ ഈ FCRA രജിസ്ട്രേഷൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യം സംഭവിക്കും. അവിടെ എന്താണ് തെറ്റ്? FCRA അക്കൗണ്ട് രജിസ്ട്രേഷൻ പുതുക്കാൻ കൂട്ടാക്കാതെ എത്ര നാൾ കഴിയാൻ ഒക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇവിടെ പ്രത്യേകമായി ഓർക്കേണ്ടത്, ഒരു NGO അതിന് പലവിധമായ സ്വത്തുക്കൾ ഉണ്ടാകും.
ആ എല്ലാ സ്വത്തും ഏറ്റെടുക്കണമെന്ന് ഇതിനകത്ത് പറയുന്നില്ല. വിദേശ ഫണ്ടിങ് കൊണ്ട് ആ NGO, ആ ഒരു സഭ അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്തെല്ലാം മുതൽ നേടിയെടുത്തിട്ടുണ്ടോ അത് മുഴുവനും ഗവൺമെൻറ് നിശ്ചയിക്കുന്ന ഒരു അധികാരിയുടെ ചുമതലയിൽ വരും എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. മറ്റു വിധത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വത്ത് എടുക്കാൻ സർക്കാരിന് യാതൊരു അവകാശവുമില്ല ഉണ്ടെന്ന് ഈ അമെൻമെൻറ്റിൽ പറയുന്നു. ഇനിയും അടുത്തായിട്ട് പറയുന്നത് the authority, ഒരു designated authority appoint എന്ന് പറഞ്ഞിട്ട്, the authority can take over, manage or dispose of assets if registration is not restored. അങ്ങനെ നമ്മൾ FCRA രജിസ്ട്രേഷൻ പുതുക്കാതെ വന്നതുകൊണ്ട്, നിയമം നമ്മൾ ലംഘിച്ചത് കൊണ്ട്, വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന പണം കൊണ്ട് നിർമ്മിച്ച കാര്യങ്ങൾ സർക്കാർ ഇങ്ങനെ ഏറ്റെടുക്കുകയും അങ്ങനെ ഏറ്റെടുക്കുന്ന മുതൽ എന്തായാലും അത് മാനേജ് ചെയ്യാനും വിൽക്കാനും ഉള്ള അധികാരം ഈ അധികാരിക്കുണ്ടായിരിക്കും. അതിലും എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ലായിരുന്നു, സർക്കാർ അത് ഏറ്റെടുക്കുന്നു. ഇനി അടുത്തായിട്ട് പറയുന്നത് റെസ്ട്രിക്ഷൻ ഡ്യൂറിങ് സസ്പെൻഷൻ. സസ്പെൻഡഡ് എൻറ്റിറ്റീസ് കനോട്ട് ട്രാൻസ്ഫർ, സെൽ ഓർ മോർഗേജ് ആസറ്റ്സ് ക്രിയേറ്റഡ് ഫ്രം ഫോറിൻ കോൺട്രിബ്യൂഷൻസ്. നിങ്ങളുടെ FCRA അക്കൗണ്ട് സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സംബന്ധമായ ഒരു കാര്യം, അതായത് FCRA അക്കൗണ്ടിൽ കൂടെ വന്ന ഫണ്ട്സ് ഉപയോഗിച്ച് സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാര്യവും ഏതെങ്കിലും വിധത്തിൽ പിന്നെ കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് അവകാശമുണ്ടായിരിക്കുന്നതല്ല. അതിലും എന്തെങ്കിലും പ്രതിഷേധാർഹമായ കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ പറയുന്നത് പ്രയർ അപ്രൂവൽ ഫോർ ഇൻവെസ്റ്റിഗേഷൻ. അതായത് സംസ്ഥാന സർക്കാരുകൾക്ക് തോന്നിയാസം പോലെ ഈ രജിസ്ട്രേഷനായിട്ട് കളിക്കാനൊന്നും നോക്കത്തില്ല. അത് സംബന്ധമായ എന്തെങ്കിലും ആക്ഷൻ എടുക്കണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അനുവാദത്തോടുകൂടെ മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്ക് ഇതിനകത്ത് നടപടികൾ സ്വീകരിക്കാൻ ഒക്കത്തുള്ളൂ. അതിനകത്തും യാതൊരു പ്രശ്നവും ഞാൻ കാണുന്നില്ല. പിന്നെ എക്സ്പാൻഷൻ ഓഫ് പ്രൊഹിബിഷൻ, അതായത് പ്രൊഹിബിഷൻ ഓൺ റിസീവിങ് ഫോറിൻ ഫണ്ട്സ് ഈസ് എക്സ്റ്റെൻഡഡ് ടു എനി പേഴ്സൺ. ഇതുവരെ വ്യക്തികളെ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഈ അമെൻമെൻറ്റിൽ കൂടെ വ്യക്തികൾ ഇങ്ങനെ വിദേശ ഫണ്ട് സ്വീകരിച്ചാലും അവരും ഇപ്രകാരം നിയമം ലംഘിക്കുമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്കും ബാധകമാണ്. പിന്നെ അടുത്ത ക്ലോസിൽ പറയുന്നത് ഇപ്രകാരം കുറ്റം ചെയ്യുന്നവർക്കുള്ള ശിക്ഷ ഇതിന് മുൻപ് 5 വർഷമായിരുന്നു, അതിപ്പോൾ 1 വർഷമായിട്ട് കുറയ്ക്കാൻ പോവുകയാണ്. അതിലും പ്രശ്നമൊന്നും ഞാൻ കാണുന്നില്ല. പിന്നെ പറയുന്നത് ആരാധനാലയങ്ങളെ പറ്റിയാണ്. ഇൻ കേസസ് ഇൻവോൾവിംഗ് പ്ലേസസ് ഓഫ് വർഷിപ്പ്, the authority can transfer the management of the asset to another person. ഇവിടെ അല്പം ദുരൂഹതയുണ്ട്. അവിടെ വാസ്തവത്തിൽ പറയേണ്ടത് another person belonging to the same church or religious organization എന്ന് പറയണം. അത് പറഞ്ഞിട്ടില്ല. അവിടെ അപകടമാണ്. ഇപ്പോൾ another person എന്ന് പറഞ്ഞാൽ ഹിന്ദു ആകാം, മുസ്ലിം ആകാം, RSSകാരനാകാം, ആരും ആകാം, മന്ത്രിയുടെ ചേനാരാകാം. അവിടെ നമ്മൾ പറയേണ്ടത് ഈ അനദർ പേഴ്സൺ എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. തോന്നിയാസം ആർക്കും കൊടുക്കാൻ നോക്കത്തില്ല. അപ്പം ഇന്നയാളെ മാറ്റിയിട്ട് ഇപ്പം ജോസഫ് ഇന്ന NGOയിൽ പൊരുത്തക്കേട് കാണിച്ചു, അതുകൊണ്ട് അവനെതിരെ നടപടിയെടുത്തു, അവനോട് ഇരിക്കാനൊക്കത്തില്ല, അതിന് പറയുന്ന പിടിച്ചോ, കൃഷ്ണനെ പിടിച്ചു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അതൊന്നും ആരും പറയുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയും ഈ FCRA അക്കൗണ്ട് ക്യാൻസൽ ചെയ്താൽ മാത്രമേ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് അടുത്തായിട്ട് മനസ്സിലാക്കേണ്ടത് FCRA അക്കൗണ്ട് ലഭിച്ചു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കണം. അത് ഞാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് വായിച്ചു പോകുകയാണ്. നിങ്ങൾ ദയവായി ക്ഷമിക്കണം, വിശദീകരണം നൽകാൻ സമയമില്ല, നൽകാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ ഞാൻ വായിച്ച് പോകുകയാണ്. അപ്പം ഇതിനുള്ള FCRA അക്കൗണ്ട്സ് നൽകിക്കഴിഞ്ഞാൽ അത് അസാധുവാക്കാനുള്ള ഗ്രൗണ്ട്സ് അല്ലെങ്കിൽ എന്താണ് പരിഗണനകൾ എന്താണ് എന്ന് FCRA ആക്ട് 2010 FCRA ആക്ടിൻ്റെ ക്ലോസ് 14 കാണിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സാരാംശം പറയാൻ പോകുകയാണ്. ഒന്ന്, മിസ്യൂസ് ഓഫ് ഫണ്ട്സ് ആൻഡ് വയലേഷൻസ് ഓഫ് നോംസ്. അതിൽ പല കാര്യങ്ങളുണ്ട്. മിസ്യൂട്ടിലൈസേഷൻ or diversion, using foreign funds for activities outside the organization's declared aims and objects or for speculative activities. ഇന്ന കാരണത്തിനാണ്, ഇന്ന ഉദ്ദേശത്തിനാണെന്ന് പറഞ്ഞ് വിദേശത്ത് നിന്ന് പണം കൊണ്ടുവരികയും ഇവിടെ വന്നു കഴിയുമ്പോൾ വേറെ വിധത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നത് ശരിയാണോ?
അത് ചെയ്താൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ പോകുമെന്ന് പറഞ്ഞു. 100% നല്ലതാണ്, അത്യാവശ്യമാണ്. രണ്ടാമത്തെ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് വയലേഷൻ. സ്പെൻഡിങ് മോർ ദാൻ 20% of the received foreign contribution should not be spent on administrative expenses. വിദേശത്ത് നിന്ന് പണം കൊണ്ടുവന്നിട്ട് 1,00,000 രൂപ കൊണ്ടുവന്ന് അത് പാവപ്പെട്ടവർക്ക് ഇന്നത് കൊടുക്കാനാണ് ഇന്നത് കൊടുക്കാനൊക്കെ പറഞ്ഞ് അഡ്മിനിസ്ട്രേഷന് വേണ്ടി 1,80,000 രൂപ നിങ്ങൾ ചെലവാക്കിയാൽ എന്ത് സമ്മതിക്കും? അത് സമ്മതിക്കത്തില്ല എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ? ഇത് ഞാൻ കൈയടിക്കും, ഒന്നാം തരം ഒരു കാര്യമാണിത്. പിന്നെ ഇല്ലീഗൽ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, ട്രാൻസ്ഫറിങ് ഫോറിൻ കോൺട്രിബ്യൂഷൻസ് ടു അതർ പേഴ്സൺസ് ഓർ ഓർഗനൈസേഷൻ. ഇപ്പോൾ ഒരു NGOയ്ക്ക് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് അല്ലെങ്കിൽ ഒരു സഭയ്ക്ക് സർക്കാർ നൽകിയ FCRA അക്കൗണ്ടിൽ പണം വന്നു. അവിടെ വന്നിട്ട് അതിന് ഏത് ഉദ്ദേശത്തോടു കൂടെ ഈ പണം സ്വീകരിച്ചു എന്നതിനെ മറന്നിട്ട് മറ്റെവിടെയോ താല്പര്യപ്പെടുത്തോ ട്രാൻസ്ഫർ ചെയ്തു, അവരതിട്ടിട്ട് വന്ന് കളിക്കുന്നു. അത് അനുവദിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും അനുവദിച്ചുകൂടാ. അത് യാതൊരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളമില്ല. അങ്ങനെ പല സമയം അതിക്രമിച്ചു പോയതുകൊണ്ട് ഇങ്ങനെ പലവിധമായ കാര്യങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, തോന്നിയാസം കാണിച്ചല്ല ഈ FCRA രജിസ്ട്രേഷൻ എടുത്ത് മാറ്റുന്നത് എന്ന് മനസ്സിലാക്കി. അത് സംബന്ധമായ NGO അല്ലെങ്കിൽ സഭ അല്ലെങ്കിൽ സ്ഥാപനം FCRA ആക്ടിൻ്റെ വയലേഷൻസിൽ കൂടെ അവർ വരുത്തി വെക്കുന്ന വിന മാത്രമാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്നതാണ് 2026 അവതരിപ്പിക്കപ്പെട്ട FCRA അമെൻഡ്മെൻറ്റ് ബില്ലിൽ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അതാണ് ഞാൻ ആദ്യം പ്രതിപാദിച്ചത്. ഇത് രണ്ടും കൂടെ കൂട്ടി വായിക്കുമ്പോൾ എവിടെയാണ് സത്യസന്ധമായി ജീവിക്കാൻ താല്പര്യമുള്ളൊരു ക്രിസ്ത്യാനിക്കോ ഒരു മുസ്ലിമിനോ പ്രതിഷേധിക്കാനുള്ള ആവശ്യമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, നിങ്ങൾ വിചാരിക്കുകയാണ് നമ്മുടെ മെത്രാന്മാരും മതനേതാക്കന്മാരും രാജ്യത്തിൻ്റെ നിയമത്തിന് അപ്പുറത്താണ്, അവർ ദൈവത്തിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ്, രാജ്യത്തിൻ്റെ നിയമമൊന്നും അവരെ ബാധിക്കരുത് എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാളെ പറ്റു കയറെടുക്കാമെന്ന് പറഞ്ഞ് ഓടുന്നത് പോലെ വിവരം ഇല്ലാതെ കാര്യമൊന്നും അറിയാതെ എടുത്ത് ചാടരുത്. ജനങ്ങളെ അറിയാൻ മേത്ത ജനങ്ങളെ തെരുവിലിറക്കി തല്ലുകൊള്ളിച്ച് ഈ മെത്രാന്മാർ അവരുടെ അനീതിയും വല്ലാത്ത വഴിയിലെ പോക്കുമൊക്കെ സംരക്ഷിക്കാൻ ശ്രമിക്കും. ആ കെണിയിൽ നിങ്ങൾ വിട്ടുപോകരുത്. ഭാരതത്തിലെ ക്രിസ്തീയ സമൂഹത്തിന് മുഴുവനും കൂടുതൽ വിന വിളിച്ചു വരുത്താൻ മാത്രമേ ഇങ്ങനെയുള്ള യാതൊരു വിധത്തിലും ന്യായീകരിക്കാൻ സാധ്യമല്ലാത്ത പ്രതികരണങ്ങൾ കൂടെ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ താക്കീത് ചെയ്യുകയാണ്. ദയവായി മനസ്സിലാക്കുക, ബുദ്ധിപരമായി ചിന്തിക്കുക, പ്രവർത്തിക്കുക, സത്യസന്ധമായ നിലപാടെടുക്കുക. അപ്പോൾ നാം ഇത് സംബന്ധമായി നമ്മോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങൾ. ഒന്ന്, ഈ 2026 അമെൻഡ്മെൻറ്റ് ബില്ലിലെ പ്രൊവിഷൻസ് അല്ലെങ്കിൽ അതിനകത്തെ നിബന്ധനകൾ ഏതെങ്കിലും വിധത്തിൽ ദുരുദ്ദേശത്തോടുകൂടെ നമുക്കെതിരെ പ്രയോഗിക്കാമോ? നമുക്കെല്ലാവർക്കും അറിയാം, ഏത് നിയമം ഉണ്ടാക്കിയാലും അത് വേണമെങ്കിൽ ദുരുപയോഗം ചെയ്യാം. ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്യാൻ യാതൊരു പ്രയാസവുമില്ല, പ്രത്യേകിച്ച് സർക്കാർ വിചാരിച്ചാൽ. അതുകൊണ്ട് ഏത് നിയമം ഉണ്ടാക്കിയാലും ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് അത് ഈ ഒരു നിയമത്തിന് മാത്രമാണ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, സർക്കാരാകട്ടെ മറ്റുള്ളവരാകട്ടെ ഏതെങ്കിലും നിയമത്തെ ഒരു കോടാലി പോലെ ക്രിസ്ത്യാനികൾക്കെതിരെയോ മുസ്ലിങ്ങൾക്കെതിരെയോ ഉപയോഗിക്കണമെന്നുള്ളിൽ താല്പര്യം അനുഭവിച്ചാൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. നമ്മൾ പ്രതിഷേധാർഹമായി ജീവിക്കുകയും നമ്മുടെ വഴിവിട്ട പോക്കിൽ കൂടെ മറ്റുള്ളവരുടെ അതൃപ്തിയും ഉള്ളിലെ അമർഷവും സമ്പാദിച്ചു വെച്ചിരുന്നാൽ അത് സംഭവിക്കും. അത് സംഭവിക്കണമെന്നുള്ളത് ന്യായമാണ് എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു. രണ്ടാമതായിട്ട്, വിൽ ദ ഗവൺമെൻറ് ടേക്ക് ഓവർ ദി അസറ്റ്സ് ഓഫ് മൈനോറിറ്റീസ്? ഇപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന മാന്യൻ പറയുന്നത് കേട്ടു, ഇത് ചർച്ച് ബില്ലിൻ്റെ കൂട്ടാണ്. ചർച്ച് ബില്ല് കൊണ്ട് സംസ്ഥാനം നമ്മുടെ ക്രിസ്ത്യാനികളുടെ സ്വത്തെല്ലാം എടുക്കും. വെറും മണ്ടത്തരമാണ് അദ്ദേഹം പറയുന്നത്. ഈ ഇലക്ഷൻ സമയത്താണ് പറയുന്നത് എങ്കിലും അല്പം മൂളയോടുകൂടെ അറിവോടുകൂടെ സംസാരിച്ചുകൂടെ? ചർച്ച് ബില്ല് VD സതീശൻ വായിച്ചിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെ ഏതെങ്കിലും വിധത്തിലുള്ള സ്വത്ത് സർക്കാർ
കൈയടക്കാനുള്ള യാതൊരു സാധ്യതയും ചർച്ച് ബില്ലിലില്ല. പിന്നെ ഏത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കി ജനങ്ങളെ ഇളക്കി വിടാൻ അവിടെ വാലിൽ തീ കൊളുത്താൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ക്രിസ്തീയ വിശ്വാസികൾക്ക് എന്തെങ്കിലും നഷ്ടമാണോ ലാഭമാണോ? എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് ആശ്വാസമാണ് ഉണ്ടാകേണ്ടത്. കാരണം നമ്മുടെ മെത്രാന്മാരുടെയും നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടുള്ള സ്ഥാപനങ്ങളുടെയും ഒക്കെ അഴിമതിക്ക് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആർക്കും സാധ്യമാണ്. ഇപ്പോൾ ന്യൂനപക്ഷ അവകാശങ്ങൾ വലിയ വലിയ ആനുകൂല്യം അനുഭവിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അഴിമതി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് ഓരോ വിശ്വാസിയുടെയും പേരിലാണ് ഈ അവകാശങ്ങൾ പ്രാപിക്കുന്നത്. പക്ഷേ ഒരു വിശ്വാസിക്ക് പോലും എൻ്റെ പേരിൽ കൂടെ പ്രാപിച്ചിരിക്കുന്ന അവകാശങ്ങളെ ദുരുപയോഗം ചെയ്തെന്ന് പറയാനുള്ള അവകാശമില്ല, അവസരം പോലുമില്ല. അതുകൊണ്ട് ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ പേരിൽ അഴിമതി നടക്കുമ്പോൾ ആ അഴിമതിയെ തടയാൻ ശ്രമിക്കുന്ന എന്തിനേയും നാം സഹർഷം സ്വീകരിക്കുകയാണ് വേണ്ടത്. ഞാൻ ഇതിനെ സ്വീകരിക്കുന്നു, യാതൊരു സംശയമില്ല. ഞാൻ അമിത്ഷായോ നരേന്ദ്രമോദിയോ വ്യക്തിപരമായി ആരാധിക്കുന്ന വ്യക്തിയല്ല. പക്ഷേ ഈ 2026 FCRA അമെൻമെൻറ്റ് ബിൽ, അതിനകത്തെ എല്ലാ പ്രൊവിഷൻസും ഒരെണ്ണത്തിൽ അല്പം സംശയം ഉള്ള കാര്യം ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് മാറ്റി വെച്ചാൽ ബാക്കിയെല്ലാം ഞാൻ അപ്പാടെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറാണ്. പിന്നെ എന്താണ് ഈ മെത്രാന്മാർക്ക് ഇത്ര പേടി, അവരെന്താണ് മുട്ടടിക്കുന്നത് എന്ന് നാം ന്യായമായും ചിന്തിക്കണം. പിന്നെ പ്രധാനമായും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ തരുണത്തിൽ എന്തുകൊണ്ടാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്? യാതൊരു സംശയവും വേണ്ട, ഇലക്ഷൻ പ്രമാണിച്ചാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഇലക്ഷൻ പ്രമാണിച്ചാണ്. അതെന്താണെന്ന് നാം മനസ്സിലാക്കണം. നമുക്കറിയാം, കേരളത്തിലെ മെത്രാന്മാർ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ മെത്രാന്മാർ, പിന്നെ ബിലീവേഴ്സ് ചർച്ച്, അങ്ങനെയുള്ള വലിയ വലിയ സമ്പത്തുള്ള സഭകളിലെ നേതാക്കന്മാർ സർവ ആയുധവും ഉപയോഗിച്ച് ഏത് അറ്റം വരെയും പോയി മോദിയുടെയും അമിത്ഷായുടെയും സംഘപരിവാറിൻ്റെയും പ്രീതി ആർജിക്കാനായി തത്രപ്പെടുന്ന ദയനീയമായ കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? അവർക്ക് അത്രമാത്രം ഭയക്കുവാനുള്ള ആവശ്യം എന്താണ്? അതുപോലെ അഴിമതി കൊണ്ട്, കള്ളപ്പണം കൊണ്ട് ഇവർ വീർത്തിരിക്കുകയാണ്. അത് അമിത്ഷായ്ക്ക് നന്നായിട്ട് അറിയാം. അമിത്ഷായ്ക്ക് അറിയാമെന്ന് നമ്മുടെ പരിശുദ്ധന്മാർക്കും അറിയാം. അതുകൊണ്ട് സംഘപരിവാറിനെയും അമിത്ഷായെയും മോദിയെയും പ്രീതിപ്പെടുത്തി നിർത്തുക എന്നത് നമ്മുടെ മെത്രാന്മാരുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ആവശ്യമാണ്. എക്സിസ്റ്റൻഷ്യൽ നെസസിറ്റി. അവിടെ തെറ്റിപ്പോയാൽ ഇവര് അഴിക്കുള്ളിൽ കിടന്ന് ഗോതമ്പുണ്ട തിന്നേണ്ടി വരും. ഇത് സത്യമാണ്, സത്യമാണ്, സത്യമാണ്. ഞാൻ നെഞ്ചത്ത് കൈവച്ചങ്ങളോട് പറയുന്നു, യഥാർത്ഥത്തിൽ ഒരു അന്വേഷണം നടന്നാൽ കേരളത്തിലുള്ള ഒരു 95% മെത്രാന്മാരും വെള്ളം കുടിക്കും. അവർ ആർജിച്ചിരിക്കുന്ന സ്വത്ത് എങ്ങനെ വന്നു എന്ന് തെളിയിക്കാനോ വിശദീകരിക്കാനോ അവരെ കൊണ്ട് സാധ്യമല്ല. അവർ നടന്ന വഴികൾ എന്താണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധ്യമല്ല. അവരുടെ കാർമ്മികത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ വലിയ വലിയ ചന്തകൾ എന്താണ്, അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് ലജ്ജിച്ചല്ലാതെ പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് അവർ ഞെട്ടും, അവർ മുട്ടിടിക്കും, മുണ്ട് നനഞ്ഞു എന്ന് വരിക്കും. പറയുന്നതിൽ ഒരു സന്തോഷമില്ല, പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് കഴിഞ്ഞ ഇലക്ഷനിലും ഏതാണ്ട് ചെയ്തതാണ്. ഈ സമയത്ത് ഇത് വെച്ചാൽ ഇവരൊക്കെ പേടിച്ച് വിറയ്ക്കുകയും രഹസ്യമായി കാണേണ്ടവരെ പോയി കാണുകയും, അങ്ങനെ കാണുമ്പോൾ പറയും, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കേണ്ട ചുമതല ഞങ്ങളോട്ട് ഏൽപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് ബിലീവേഴ്സ് ചർച്ച് ഒരു പരസ്യമായ പ്രഖ്യാപനം നടത്തി, ഞങ്ങൾ BJPയുടെ കൂടെയാണ്. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു ED റെയ്ഡ് നടന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ ഇവിടെ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ ദക്ഷിണ കേരള ബിഷപ്പായ
ധർമ്മരാജ റസാലം അദ്ദേഹത്തിൻ്റെ ശിങ്കിടികൾ പറഞ്ഞല്ലോ, ഞങ്ങൾ BJPയുടെ കൂടെയാണ്. കാരണം ഒരു AD റെയ്ഡ് നടന്നല്ലോ, വിശുദ്ധനായ ധർമ്മരാജ റസാലത്തിനെ ഓടിച്ചിട്ട് പിടിച്ചല്ലോ. പക്ഷേ പിടിച്ചു, പിന്നൊന്നും നടന്നില്ല. യോഹന്നാനെ റെയ്ഡ് ചെയ്തു, പിന്നൊന്നും നടന്നില്ല. അതാണ് ഇന്നത്തെ ഗുട്ടൻസ് എന്ന് പറയുന്ന കാര്യം. ഇതിന് നല്ല ഉദാഹരണമാണ് UPയിലോട്ട്. എന്നാൽ മായാവതി എന്ന് പറയുന്ന വളരെ സമർത്ഥയായ ഒരു ദളിത് നേതാവ് 2 തവണ UPയുടെ മുഖ്യമന്ത്രിയായിരുന്നു. മായാവതിയുടെ വാ തുറന്നൊരു അക്ഷരം പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കേസ് അവരുടെ തലയിൽ വെച്ചു കൊടുത്ത് അമർത്തി വെച്ചിരിക്കുകയാണ്. വാ തുറക്കാൻ സമ്മതിക്കത്തില്ല. നമ്മുടെ മെത്രാന്മാർ ലോഹയിട്ട മായാവതികളാണ് എന്നതുകൊണ്ടാണ് ഈ പരിപാടി കാണിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഇതിനകത്ത് എന്താണ് പങ്ക്? FCRAയിൽ കൂടെ വിദേശത്ത് നിന്ന് ഫണ്ട് വന്നു. ഒരു സാധാരണ ക്രിസ്ത്യാനിക്ക്, ഒരു വിശ്വാസിക്ക് അതുകൊണ്ട് പിണ്ണാക്കിൻ്റെ പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ധനം കൈകാര്യം ചെയ്തതിന് സുതാര്യത വരുത്തണം എന്ന് സർക്കാർ പറഞ്ഞാൽ അത് സാധാരണ ഒരു വിശ്വാസിയെ ബാധിക്കുന്നത് എങ്ങനെയാണ്? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു സ്ഥാപനം നടത്തിയ വ്യക്തിയാണ്, സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ്. അവിടെ എനിക്കെതിരെ വലിയ സ്വാധീനമുള്ള എൻ്റെ ശത്രുക്കൾ എന്നെ ഭയപ്പെടുത്താനായി ആദ്യമായി സർക്കാരിൻ്റെ ഓഡിറ്റ് കൊണ്ടുവന്നു. അപ്പോൾ ആൾ വിചാരിച്ചു ഞാൻ ഞെട്ടി, എല്ലാം വിറച്ച് അവരോട് പറയും, അയ്യോ ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു, എന്നെ ദയവായി ശല്യം ചെയ്യരുത്, എന്നെ അകത്താക്കരുത് എന്ന് പറയുമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് ഒരിക്കൽ പോലും കോളേജിൽ ഒരു ഓഡിറ്റിന് വേണ്ടി സർക്കാരിൽ നിന്ന് ഓഡിറ്റേഴ്സ് വന്നിട്ടില്ല. അവർ 3 പേര് നേരെ എൻ്റെ ഓഫീസിൽ കയറി വന്നു വളരെ അധികാരത്തോടെ പറഞ്ഞു, ഞങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ വന്ന. ഞാൻ പറഞ്ഞു, ഒന്നാം തരം നിങ്ങൾ എന്നെ സഹായിക്കാൻ വന്നവരാണ്. നിങ്ങൾ ഏറ്റവും സൂക്ഷ്മമായ ഓഡിറ്റ് നടത്തി. 1 വർഷത്തെ അല്ല, 2 വർഷത്തെ അല്ല, 10 വർഷത്തെ എല്ലാ അക്കൗണ്ട്സും ഓഡിറ്റ് ചെയ്ത് കോളേജ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, എന്തെങ്കിലും ന്യൂനതയുണ്ട് എങ്കിൽ അത് കൃത്യമായി കണ്ടുപിടിച്ച് എന്നോട് പറയണം. കാരണം ഏറ്റവും ക്ലീനായി പെർഫെക്റ്റായി യാതൊരു ന്യൂനതയുമില്ലാതെ ഒരു അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ടാക്കുക എന്നത് എന്നെപ്പറ്റി എൻ്റെ അഭിമാനമാണ്. എന്നാൽ നിങ്ങൾ എന്നെ സഹായിക്കാൻ വന്നവരാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ മോഹം കരുവാളിച്ചു പോയി. അപ്പോൾ അനുഭവം കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം, നേരെ വഴിയെ നടക്കുന്നവന് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു നിയമത്തിൽ ഭേദഗതി വരുമ്പോൾ മുട്ടിടിക്കുകയും മുണ്ട് തന്നെയും ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വിശ്വാസികൾക്കുണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ പരിതാപകരമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എടുത്തു ചാടും. പിന്നെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, നമ്മുടെ മെത്രാന്മാരുടെ പൊതുവായ പ്രവർത്തന രീതികളും കാഴ്ചപ്പാടുകളും പ്രയോറിറ്റീസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തൊലിക്ക് പോറലേക്കും എന്ന് തോന്നുന്ന കാര്യങ്ങൾക്കല്ലാതെ മറ്റൊന്നിനു വേണ്ടിയും അവർ ഒന്നിക്കുകയോ ഇപ്രകാരം സംഘടിതമായ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുകയോ ചെയ്യുകയില്ല. സ്വാർത്ഥത കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന പരിശുദ്ധന്മാരാണിവർ. ലജ്ജയില്ലാതെ പോയല്ലോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് നേരിടേണ്ടി വരുന്ന എന്തെല്ലാം വലിയ 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 പ്രശ്നങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ സംസ്ഥാനത്തുണ്ട്, രാജ്യത്തുണ്ട്, ലോകത്തെമ്പാടുമുണ്ട്. വേണ്ട, മണിപ്പൂരിൽ 2 വർഷത്തിലധികമായി ക്രിസ്ത്യാനികൾ ഇത്ര ഭീകരമായ യാതന അനുഭവിച്ചു. ഒരൊറ്റ മെത്രാൻ ഇറങ്ങി വന്ന് ഈ പൊനത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേട്ടേ? മെത്രാന്മാരെ സംഘടിക്കുന്നത് പോട്ടെ, മെത്രാന്മാർ ഇപ്രകാരം ഇറങ്ങി പ്രവർത്തിച്ച 2 കാര്യങ്ങൾ. ഒന്ന്, ചർച്ച് ബില്ലുണ്ടാകരുത്. കാരണം ചർച്ച് ബില്ലെന്ന് പറഞ്ഞാൽ അതും ഇപ്രകാരം സഭയുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത വരണം. അതിൻ്റെ നിയന്ത്രണം വിശ്വാസികളായ ഓരോ സഭയുടെയും അംഗങ്ങളുടെ ജനറൽ ബോഡിയുടെ കയ്യിലാകണമെന്ന് മാത്രമേ ചർച്ച് ബില്ല് പറയുന്നുള്ളൂ. അല്ല, നിങ്ങളുടെ സ്വത്ത് കൊണ്ടുപോകാനല്ല സർക്കാർ ശ്രമിക്കുന്നത്. നിങ്ങളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിൽ സുതാര്യത ഉണ്ടാകണം. അതിലെന്താണ് തെറ്റ്? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതിനെ പ്രതിഷേധിക്കുക, എന്നിട്ട് അതിനെ പ്രതിഷേധിക്കാൻ ജനങ്ങളെ ഇളക്കുന്നതിന് വേണ്ടി പച്ച കള്ളം പരിശുദ്ധ വായിൽ കൂടെ ഈത്ത ഒലിക്കുന്ന പോലെ ഒലിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് കണ്ട് മടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇപ്പം 2ാമതായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. FCRA അക്കൗണ്ടിൽ കൂടെ പണം വന്നാൽ ആരും ചോദിക്കരുത്, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യും.
എന്നെങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ സത്യമായി നിങ്ങളോട് പറയുന്നു, ഇപ്രകാരമുള്ള കാര്യങ്ങൾ നാം വളരെ താല്പര്യത്തോടെ സ്വീകരിക്കുകയാണ് വേണ്ടത്. 100% സുതാര്യതയും സത്യസന്ധതയും കൊണ്ടുവരുന്നത്, പാലിക്കപ്പെടുന്നത് ക്രിസ്ത്യാനികളുടെ ഭാരമല്ല, അവരുടെ പ്രത്യേകമായ സന്തോഷമാണ് എന്ന നിലപാടാണ് നാം എടുക്കേണ്ടത്. യാതൊരു വിധത്തിലും അഴിമതിയെയും അസത്യത്തെയും സംരക്ഷിക്കുകയോ മാനിക്കുകയോ ചെയ്യുന്ന പൈശാചികമായ നിലപാട് ഒരു വിശ്വാസിയും എടുക്കരുത് എന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ടു. പിന്നെ ഇലക്ഷൻ സമയമായതുകൊണ്ട് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് സതീശനെ പോലെയുള്ള ആളുകൾ മണ്ടത്തരം വിളിച്ചു പറയരുത് എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത് സംബന്ധമായ അനേക കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ സമയവും ക്ഷമയും ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ചിന്ത ഇവിടെ ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.